വ്യവസായിയും കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാനുമായ ഡോക്ടർ റോയ് സിജിയുടെ ദുരൂഹമായ മരണത്തിൽ വളരെ ഗൗരവത്തോടെയാണ് കർണാടക സർക്കാർ ഇടപെടുന്നത് നമുക്ക് മനസ്സിലാകുന്നു. കർണാടക സർക്കാരുമായി അടുത്ത ബന്ധമുള്ള വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങൾ നമുക്ക് ലഭിച്ച വിവരം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. കാരണം കർണാടകത്തിലെ വ്യവസായ മേഖല മുഴുവൻ ഷോക്കേറ്റു ഈ വിയോഗത്തിൽ. കാരണം IT റെയ്ഡ് നടക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു മരണം ഉണ്ടാകുന്നത് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തായാലും ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ മൊഴി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തുന്നു എന്നാണ് വിവരം. കർണാടകത്തിലെ DCPയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കുന്നത്. ഡോക്ടർ റോയ് സിജിയുടെ പോസ്റ്റ്മോർട്ടം 10 മണിയോടെ നടക്കുമെന്നറിയുന്നു. ബംഗളൂരിലെ ബൗറിംഗ് ആശുപത്രിക്ക് മുന്നിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുകയാണ്. ശ്രീനാഥ്, കർണാടക സർക്കാർ വളരെ ഗൗരവത്തോടെ കാണുന്നുവെന്ന് വിശ്വാസയോഗ്യമായ ചില കേന്ദ്രങ്ങൾ നമ്മോട് പറയുന്നു. മാത്രമല്ല, ഇത് വളരെ ഉത്കണ്ഠപ്പെടുത്തുന്ന വാർത്തയായിട്ടാണ് കർണാടക സർക്കാർ വീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്താണ് ലഭിച്ചിട്ടുള്ളത്? കർണാടക പോലീസ് DCP മൊഴിയെടുക്കുന്നത് തുടരുകയാണോ അവിടെ? SK ഏതായാലും ഗൗരവത്തോടെ തന്നെയാണ് കർണാടക സർക്കാർ ഈ വിഷയത്തെ കാണുന്നത്. അതുകൊണ്ട് അന്വേഷണം ഇപ്പോൾ ലോക്കൽ പോലീസിൽ നിന്ന് CIDക്ക് കൈമാറിയിട്ടുണ്ട്. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഇനിയിപ്പോൾ കേസ് അന്വേഷിക്കുക. അവരായിരിക്കും ഇനിയിപ്പോൾ പൂർണ്ണമായി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. ഏതായാലും ഇതിൽ ശാസ്ത്രീയമായ പരിശോധനയിലൂടെ തന്നെ ഈ കേസ് തെളിയിക്കണം എന്നതാണ് അവർ ആലോചിക്കുന്നത്. ഇതിനോടകം തന്നെ ഡോക്ടർ റോയിയുടെ 2 മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് രണ്ടും ലോക്കായ അവസ്ഥയിലാണ്. അത് തുറന്ന് പരിശോധിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് സ്വീകരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഒരു ഡയറി കൂടി, ഡോക്ടർ റോയിയുടെ ഒരു ഡയറി കൂടി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കൈവശമുണ്ട് എന്നതുകൂടി അറിയുന്നു. ആ ഡയറിയിലെ കൂടി വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ 10 മണിയോടെ തുടങ്ങും എന്നത് നമ്മൾ അറിയുന്നു. ഇപ്പോൾ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ, ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴി കൂടി പോലീസ് രേഖപ്പെടുത്തുന്നു. അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെ രേഖപ്പെടുത്തുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഒരു കേന്ദ്ര ഏജൻസിയാണ്. ആ കേന്ദ്ര ഏജൻസിയുടെ ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ കുടുംബം ഇതിനോടകം തന്നെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആദായനികുതി ഉദ്യോഗസ്ഥർ, അതിൽ ചില ഉദ്യോഗസ്ഥരുടെ പേര് ഇന്നിപ്പോൾ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും ഡോക്ടർ റോയിയുടെ സഹോദരൻ ആ ഉദ്യോഗസ്ഥന്റെ പേര് പറയുന്നുണ്ട്. ഒരു ഉദ്യോഗസ്ഥന്റെ പേര് പറഞ്ഞ് തന്നെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി വലിയ സമ്മർദ്ദം ഡോക്ടർ റോയിക്ക് മേൽ ഉണ്ടായിരുന്നു. അത് ആദായനികുതി വകുപ്പിന്റേതാണ് എന്നതാണ് ആരോപണം. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ മൊഴി കൂടി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തുന്നു. അങ്ങനെ വേഗത്തിലുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുന്നുണ്ട്. ഇന്നലെ ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ റിച്ച്മൗണ്ട് റോഡിലുള്ള ഓഫീസിലേക്ക് എത്തുകയും അവരുടെ നേതൃത്വത്തിലാണ് പ്രാഥമികമായ എല്ലാ നടപടികളും പോലീസ് പൂർത്തിയാക്കിയത്. ഉടനെ തന്നെ ബാലിസ്റ്റിക് ഫോറൻസിക് വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തുന്നുണ്ടായിരുന്നു. ഈ സമയമൊക്കെ തന്നെ അവിടെ ഇൻകം ടാക്സിന്റെ പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നലെ ഏതാണ്ട് 7 മണിവരെ അവർ പരിശോധന നടത്തിയ ശേഷമാണ് നിരവധി രേഖകളുമായാണ് അവർ അവിടെ നിന്ന് മടങ്ങിയത്. അതായത് 3:15 ഈ മരണം സംഭവിക്കുന്നത്. അതിനുശേഷവും അവിടെ പരിശോധനകളൊന്നും തന്നെ അവർ മുടക്കമില്ലാതെ നടത്തി എല്ലാ രേഖകളുമായാണ് പിന്നീട് മടങ്ങിയതെന്ന് അറിയുന്നു. നേരത്തെ ലോക്ക് ചെയ്ത മുറിയിൽ നിന്നുള്ള ഫയലുകൾ എടുക്കാനായാണ് വീണ്ടും ഒരിക്കൽ കൂടി ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ എത്തിയത്. നേരത്തെ അന്വേഷണത്തിനായി എത്തിയ സമയത്ത് അത് ഹൈക്കോടതി വരെ പോവുകയും ഈ അന്വേഷണത്തെ സ്റ്റേ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഇവിടെ വന്ന് അന്വേഷിക്കുന്നത് അടക്കമുള്ള പല തർക്കങ്ങളുമാണ് ഉന്നയിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ആ ഹൈക്കോടതിയുടെ സ്റ്റേ വെക്കേറ്റ് ചെയ്തതിനു ശേഷമാണ് കഴിഞ്ഞ 3 ദിവസമായി കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസിൽ പരിശോധന നടന്നുകൊണ്ടിരുന്നത്. ഡോക്ടർ റോയി ആവട്ടെ ദുബായിലായിരുന്നു. അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ്. ഇന്നലെ രാവിലെ മുതൽ പരിശോധന നടക്കുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഓഫീസിലേക്ക് എത്തുന്നത്. ഏതാണ്ട് 1 മണിക്കൂറിലധികം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അതിനുശേഷം 3 മണിയോടെയാണ് അദ്ദേഹം തന്റെ ചേംബറിലേക്ക് പോയത്. ചില രേഖകൾ എടുക്കാനെന്ന മട്ടിൽ അദ്ദേഹം പോയി എന്നതാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. പിന്നീട് 15 മിനിറ്റോളം അദ്ദേഹം ആരെയും അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചില്ല. 15 മിനിറ്റിന് ശേഷം 3:15 അദ്ദേഹം വെടിവെച്ചു എന്നത് ഇവർ പറയുന്നത്, ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് വെടിയേറ്റ നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തി എന്നതാണ്. സ്വയം വെടിവെച്ചത് എന്നത് പ്രാഥമികമായ ഒരു നിഗമനമാണ്. അത് പക്ഷേ അന്വേഷണ സംഘത്തിനും അങ്ങനെ കിട്ടിയാൽ പോരാ, അത് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഉടനടി ഫോറൻസിക് ബാലിസ്റ്റിക് വിദഗ്ധരൊക്കെ തന്നെ അവിടേക്ക് എത്തി പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയാക്കി. അതുകൊണ്ട് വേഗത്തിലുള്ള നടപടി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടിയിട്ടുണ്ട്. അതും സംസ്ഥാന സർക്കാർ നൽകുകയും ചെയ്യും. ഇപ്പോൾ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലും ചില കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് എന്നറിയുന്നു. അല്പസമയം
സമയത്തിനകം ഒരുപക്ഷെ ജി പരമേശ്വരയുടെ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വരാൻ കൂടിയുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംസ്ഥാന സർക്കാർ അതീവ ഗൗരവത്തോടെ ഈ കേസിനെ നോക്കിക്കാണുന്നു. CID ഇതിനോടകം തന്നെ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികളും വിദഗ്ധരായ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് നടക്കാൻ പോകുന്നത്. ആ കാര്യങ്ങളിലും പിന്നീട് ഒരു തർക്കം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ പരാതികളൊന്നുമില്ലാതെ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഈ കുടുംബത്തിന്റെ വീട്ടിലേക്ക്, കോരമംഗലയിലെ വീട്ടിലേക്ക് പിന്നീട് മൃതദേഹം കൊണ്ടുപോകുക. അവിടെ പൊതുദർശനം ഉണ്ടാവുമെന്ന് അറിയുന്നു. ഇന്ന് തന്നെ സംസ്കാരം നേരത്തെ അറിഞ്ഞിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ ഇതുവരെ ഒരു അന്തിമമായ തീരുമാനം എടുത്തിട്ടില്ല. ഇന്നുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഡോക്ടർ റോയിയുടെ സഹോദരൻ ഫുക്കറ്റിലായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹം എത്തി നേരെ വിമാനത്താവളത്തിൽ നേരെ ആശുപത്രിയിലേക്കായിരുന്നു വന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇനി ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇനി വീട്ടിലെത്തിയതിനു ശേഷം ഡോക്ടർ റോയിയുടെ ഭാര്യയും മക്കളും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ ആലോചിച്ചതിന് ശേഷം മാത്രമേ സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിൽ അതിലൊരു തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയും. എപ്പോഴായിരിക്കും ആ കാര്യങ്ങളൊക്കെ തീരുമാനം എന്നത് കുടുംബവുമായി ആലോചിച്ച് മാത്രം എടുക്കും എന്നതാണ് ഇപ്പോൾ ഡോക്ടർ റോയിയുടെ സഹോദരൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ കൂടി കുറച്ചുകൂടി വ്യക്തത, അതിന്റെ സമയക്രമം അടക്കം അറിയാൻ സമയം ഇനിയും എടുക്കുമെന്നതാണ്. ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇന്ന് ഏതെങ്കിലും പരിശോധന അവിടെ നടക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. അവിടെ ഇപ്പോൾ പോലീസ് ഏതായാലും ഈ സംഭവം നടന്നയിടത്ത് സീൽ ചെയ്തിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.